ഈ വാർത്താ ദിനത്തിലെ ഏറ്റവും പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. വീണ്ടും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ NDA സർക്കാർ. മൂന്നാം മോദി സർക്കാരിന് കളമൊരുക്കി NDA നേതാക്കൾ വെള്ളിയാഴ്ച രാഷ്ട്രപതിയെ കാണും. പിന്തുണക്കത്ത് ഘടകകക്ഷി നേതാക്കൾ രാഷ്ട്രപതിക്ക് കൈമാറും. ഇന്ന് ചേർന്ന NDA യോഗത്തിലാണ് സുപ്രധാന തീരുമാനങ്ങൾ ഉണ്ടായത്. ശനിയാഴ്ച സത്യപ്രതിജ്ഞ നടക്കുമെന്നാണ് സൂചന. NDA യോഗത്തിന് മുൻപ് ചന്ദ്രബാബു നായിഡു, നിതീഷ് കുമാർ തുടങ്ങിയ നേതാക്കളുമായി BJP നേതൃത്വം ആശയവിനിമയം നടത്തി. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. ഡൽഹിയിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ അനിശ്ചിതത്വത്തിന്റെ കാർമേഘങ്ങൾ ഒഴിയുകയാണ്. മൂന്നാം നരേന്ദ്രമോദി സർക്കാർ ശനിയാഴ്ച സത്യവാചകം ചൊല്ലും. ഇതിന് സാഹചര്യമൊരുക്കാൻ നിലവിലുള്ള മന്ത്രിസഭയുടെ രാജി നരേന്ദ്രമോദി ഇന്ന് രാഷ്ട്രപതിക്ക് കൈമാറി. 17ാം ലോക്സഭ പിരിച്ചുവിടാനുള്ള കേന്ദ്രമന്ത്രിസഭാ യോഗം രാഷ്ട്രപതി അംഗീകരിച്ച് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. അഭ്യൂഹങ്ങൾക്കെല്ലാം ഒടുവിൽ തെലുങ്ക് ദേശവും JDUവും NDAയിൽ ഉറച്ചു നിൽക്കുമെന്ന് വ്യക്തമാക്കി. I am also experienced. I have seen so many political changes in this country. We are in NDA. മറ്റന്നാൾ ചേരുന്ന NDA പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നരേന്ദ്രമോദിയെ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കും. തുടർന്നാകും ഘടകകക്ഷി നേതാക്കൾ രാഷ്ട്രപതിയെ സന്ദർശിക്കുക. അനൌദ്യോഗിക ഉഭയകക്ഷി ചർച്ചകളിൽ സുപ്രധാന വകുപ്പുകളും സ്പീക്കർ സ്ഥാനത്തിനുമടക്കം അവകാശവാദം ഉന്നയിച്ചാണ് NDAയിൽ തെലുങ്ക് ദേശവും JDUവും നിലയുറപ്പിച്ചിരിക്കുന്നത്. NDA വിപുലീകരിക്കാനുള്ള നീക്കങ്ങളും ഇതിനിടെ BJP ശക്തമാക്കി. ഇന്ത്യ മുന്നണിയിലെ ചില പാർട്ടികളെയും ചില ഗ്രൂപ്പുകളെയും ലക്ഷ്യമിട്ടാണ് നീക്കം. നരേന്ദ്രമോദിക്കൊപ്പം ഘടകകക്ഷികളിൽ നിന്നുള്ള അംഗങ്ങളും മന്ത്രിമാരായി സത്യവാചകം ചൊല്ലും. രാധാകൃഷ്ണൻ, 24, ഡൽഹി. ഇന്ന് വൈകിട്ട് ചേർന്ന NDA യോഗത്തിലാണ് സർക്കാർ രൂപീകരണത്തിന് അന്തിമ ധാരണയായത്. യോഗത്തിന് മുമ്പ് അനൗപചാരിക ചർച്ചകൾക്ക് മുതിർന്ന BJP നേതാക്കൾ തന്നെ നേതൃത്വം നൽകി. കൂടുതൽ സ്വതന്ത്ര MLA-മാരുടെ പിന്തുണ BJP നേടിയതായി സൂചനകളുണ്ട്. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. അച്യുതൻ, ഇതിപ്പോൾ സത്യപ്രതിജ്ഞ ശനിയാഴ്ച ഉണ്ടായേക്കുമെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട്. വെള്ളിയാഴ്ച രാഷ്ട്രപതിയെ കണ്ട് പിന്തുണക്കത്ത് കൈമാറും. നോർത്ത് ഈസ്റ്റിലൊക്കെയുള്ള ചില സ്വതന്ത്ര MLA-മാർ, 6-7 പേരുടെ പിന്തുണ കൂടി NDA BJP ഉറപ്പിച്ചു എന്ന് സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ വരുന്നുണ്ട്. എന്താണ് NDA യോഗത്തിൻ്റെ ഇന്നത്തെ ഒരു ചർച്ചകളുടെ സ്വഭാവം? പ്രധാനമന്ത്രിക്ക് പിന്നിൽ ഉറച്ചു നിൽക്കുമെന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ടായിരുന്നു. NDA നേതാക്കൾ അറിയിച്ചു എന്നതും അത്ര ഊഷ്മളമായിരുന്നല്ലോ ചർച്ചകൾ, അല്ലേ? അങ്ങനെയാണോ കരുതേണ്ടത്? വിജയകുമാർ, ഈ BJPക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കാത്തത് കൊണ്ട് തന്നെ ആ ആശങ്ക ഇപ്പോഴും BJPയിൽ നിലനിൽക്കുന്നുണ്ട്. അതായത് ഘടകകക്ഷികൾ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കൂറുമാറുമോ എന്നതടക്കമുള്ള ഒരു ആശങ്ക അത് BJPക്ക് നിലനിൽക്കുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് NDA യോഗം ഇന്ന് വൈകിട്ട് ചേർന്നത്. അതിൽ കൃത്യമായിട്ട് ഈ തെലുങ്കുദേശം പാർട്ടിയും JDUവും അവരുടെ വിലപേശൽ അവർ മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. സ്പീക്കർ സ്ഥാനവും ഒപ്പം തന്നെ സുപ്രധാനമായിട്ടുള്ള പല വകുപ്പുകളും മുന്നോട്ട് വച്ചതായുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. എന്തായാലും അതിലൊരു അന്തിമ ധാരണ നിലവിൽ ആയിട്ടില്ല എന്നുള്ള സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ട്. എന്തായാലും വെള്ളിയാഴ്ച പാർലമെന്ററി പാർട്ടി യോഗം കൂടി ചേരുന്നുണ്ട്. അതിൽ ഒരു ധാരണയിലെത്തിയ ശേഷം രാഷ്ട്രപതിയെ കാണുവാനാണ് ഘടകകക്ഷി നേതാക്കൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും അത്തരം നീക്കങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു രാഷ്ട്രപതിയെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ശനിയാഴ്ച പുതിയ മോദി സർക്കാർ അധികാരത്തിൽ വരും എന്നുള്ള ഒരു സൂചനകൾ കൂടിയാണ് ഇന്ന് ചേർന്ന യോഗത്തിൻ്റെ ഭാഗമായി ലഭിക്കുന്നത്. മോദിയെ തന്നെ സഭാകക്ഷി നേതാവായി കൊണ്ടുവരാനാണ് BJPയുടെ നീക്കം. അത് ഘടകകക്ഷികൾ പിന്തുണയ്ക്കുന്നതോടുകൂടിയായിരിക്കും ആ ഒരു നീക്കങ്ങളിലേക്ക്, സർക്കാർ രൂപീകരണത്തിൻ്റെ ഒരു പൂർണ്ണ രൂപത്തിലേക്ക് കൂടി കടക്കുക. പക്ഷേ അതേ സമയത്ത് തന്നെ പാർട്ടിക്ക് ഏറ്റ തിരിച്ചടികൾ അത് പരിശോധിക്കുവാനുള്ള ഒരു സാഹചര്യം കൂടി ഇപ്പോൾ മുൻപിൽ എത്തിയിരിക്കുകയാണ്. അതിനായി തന്നെയാണ് ഈ വെള്ളിയാഴ്ച പാർട്ടി അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ ഒരു യോഗം ഡൽഹിയിൽ പാർട്ടി അധ്യക്ഷൻ്റെയും നരേന്ദ്രമോദിയുടെയും നേതൃത്വത്തിൽ ചേരും എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നത്. അതിൽ കൃത്യമായി പാർട്ടിക്ക് തിരിച്ചടിയേറ്റ ഹരിയാന, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ സ്ഥിതി വിശകലനം ചെയ്യും. കാരണം 2014-ലും 2019-ലും ബഹുഭൂരിപക്ഷം സീറ്റുകൾ കൈക്കുള്ളിൽ നിലനിർത്തിയ BJPക്ക് ഇക്കുറി പകുതിക്ക് താഴെ പോകേണ്ട ഒരു സാഹചര്യമുണ്ടായി. 33 സീറ്റുകൾ മാത്രമാണ് UPയിൽ നിന്ന് ലഭിക്കാനായത്. അയോധ്യയിൽ രാമക്ഷേത്രം മുഖ്യ പ്രചരണ
മുദ്രാവാക്യമാക്കി മാറ്റിയ കേന്ദ്ര ബിന്ദുവാക്കി മാറ്റിയ അയോധ്യയിൽ പോലും BJPക്ക് പരാജയമാണ് നേരിട്ടത്. വാരണാസിയിൽ മോദി പ്രവചിച്ച പോലെ ഒരു ഭൂരിപക്ഷം നേടുവാനും സാധിച്ചില്ല. അപ്പോൾ ഇതെല്ലാം ഏത് ഘടകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു വീഴ്ചകൾ സംഭവിച്ചത്? ഒപ്പം സമാജ്വാദി പാർട്ടി ഈ യാദവ വിഭാഗത്തിന് പുറമെ തന്നെ യാദവ ഇതര OBC വിഭാഗക്കാരെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത് ഒരു മേൽക്കൈ ഉണ്ടാക്കി എന്നുള്ള വിലയിരുത്തൽ സംസ്ഥാന ഘടകത്തിനുമുണ്ട്. തൊഴിലില്ലായ്മ, പണപ്പെരുപ്പം, വിലക്കയറ്റം അടക്കിയ വിഷയങ്ങളെല്ലാം ഈ ഗ്രാമീണ മേഖലകളിൽ BJPക്കെതിരെ ഒരു വിമുഖത സൃഷ്ടിച്ചു. അപ്പോൾ ഇതെല്ലാം തന്നെ കൃത്യമായി പരിശോധിക്കാൻ കൂടി തയ്യാറെടുക്കുകയാണ് പാർട്ടി. കാരണം പ്രവചനങ്ങൾക്ക് അതീതമായി ഒരു വീഴ്ച അത് പാർട്ടിയിൽ ഉണ്ടായിരിക്കുന്നു. കാരണം കേവല ഭൂരിപക്ഷം പോലും നേടാൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് കൃത്യമായി പരിശോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള നീക്കങ്ങൾ അതിൻ്റെ ഭാഗമായി തന്നെ തുടരുന്നുണ്ട്. പക്ഷേ അതേ സമയത്ത് സർക്കാർ രൂപീകരണ സാധ്യതകളിലേക്ക് വരുമ്പോഴും ആശങ്ക BJPയെ സംബന്ധിച്ച് ഒഴിയുന്നില്ല. വിജയകുമാർ. യെസ്, ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹിയിൽ നിന്ന് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ യോഗം വിളിച്ചിരിക്കുന്നു. വെള്ളിയാഴ്ച തന്നെ NDA ഘടകകക്ഷി നേതാക്കൾ, BJP നേതാക്കൾ രാഷ്ട്രപതിയെ കണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കക്ഷി നേതാവായി തിരഞ്ഞെടുത്ത കാര്യം അറിയിക്കും. ശനിയാഴ്ച 3ാം മോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ ഉണ്ടാകും എന്നാണ് ഡൽഹിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നത്. അതേസമയം BJPക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ മന്ത്രിസഭാ രൂപീകരണത്തിലടക്കം നിരവധി വിട്ടുവീഴ്ചകൾക്ക് BJPക്ക് വഴങ്ങേണ്ടി വരും. പാർലമെന്റിലാകട്ടെ ശക്തമായ പ്രതിപക്ഷത്തെയാകും ഭരണപക്ഷത്തിന് ഇത്തവണ നേരിടേണ്ടി വരിക. 10 വർഷത്തിനിടെ പതിവില്ലാത്ത കാഴ്ചകൾക്ക് ദേശീയ രാഷ്ട്രീയം സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ്. BJPക്ക് കേവല ഭൂരിപക്ഷമില്ലാത്തതിനാൽ സഖ്യകക്ഷികൾക്ക് സുപ്രധാന വകുപ്പുകൾ നൽകേണ്ടി വരും. തെലുഗുദേശം മുതൽ ജിതിൻ റാം മാഞ്ചിയുടെ പാർട്ടിക്ക് വരെ പദവികൾ പങ്കുവെക്കണം. ലോക്സഭാ സ്പീക്കർ സ്ഥാനം, ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി, പോളവാരം പദ്ധതി പൂർത്തീകരണം, അമരാവതിയിൽ തലസ്ഥാന നിർമ്മാണം, ജഗൻമോഹൻ റെഡ്ഡി സർക്കാരിന്റെ അഴിമതി കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം. അങ്ങനെ നീളുന്നു ചന്ദ്രബാബു നായിഡുവിന്റെ ആവശ്യങ്ങൾ. 3 ക്യാബിനറ്റ് മന്ത്രിസ്ഥാനങ്ങൾ, സഹമന്ത്രിസ്ഥാനങ്ങൾ, മറ്റു സുപ്രധാന പദവികൾ എന്നിങ്ങനെ നിതീഷ് കുമാറിനുമുണ്ട് ആവശ്യങ്ങളേറെ. അവ അംഗീകരിക്കേണ്ടി വരും. കഴിഞ്ഞ 10 വർഷം NDA പേരിൽ മാത്രമായിരുന്നു. നടപ്പാക്കിയതൊക്കെ BJP നയങ്ങൾ. NDA സ്ഥാപകാംഗങ്ങളായ അകാലിദളും ശിവസേനയും മുന്നണി വിട്ടപ്പോഴും BJP കുലുങ്ങിയില്ല. ഒടുവിൽ AIADMKയും കൈവിട്ടു. ഇനി നിർണായക തീരുമാനങ്ങൾക്ക് NDA യോഗം ചേർന്ന് അനുമതി നൽകേണ്ടതുണ്ട്. 10 വർഷത്തെ പാർലമെന്റിന്റെ സ്വഭാവവും മാറുകയാണ്. കാർഷിക നിയമ ഭേദഗതി, പൗരത്വ നിയമ ഭേദഗതി തുടങ്ങിയവയൊക്കെ BJPയുടെ മാത്രം തീരുമാനമായിരുന്നു. ഇനി NDAയിലും പാർലമെന്റിലും വിവാദ നിയമങ്ങൾ കൊണ്ടുവരിക എളുപ്പമാകില്ല. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ BJP പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ തൽക്കാലം അലമാരയിൽ വെക്കേണ്ടി വരും. പൊളിറ്റിക്കൽ ഡെസ്ക്, 24. തൃശൂരിൽ ചരിത്ര വിജയം നേടിയ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിസഭയിലേക്ക്. നരേന്ദ്രമോദിയുമായി നാളെ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. തകർപ്പൻ ജയത്തിനു ശേഷം തൃശൂരിലെത്തിയ സുരേഷ് ഗോപിക്ക് വൻ സ്വീകരണമൊരുക്കി BJP. തൃശൂർ നഗരത്തിൽ സുരേഷ് ഗോപിയുടെ റോഡ് ഷോ BJP പ്രവർത്തകർ ആവേശമാക്കി. കിരീടമാണ് ഇനി തൃശൂർ. ഇനി തൃശൂരാണ് എൻ്റെ നെറ്റിപ്പട്ടം. ഇനി തൃശൂരാണ് എൻ്റെ തിടമ്പ്. ഇനി തൃശൂർ പൂരമാണ് എൻ്റെ ആദ്യത്തെ ഉദ്യമം. തൃശൂർ പൂരമാണ്. സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഇപ്പോൾ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിസഭയിലേക്ക് എന്ന വിവരം വരുന്നുണ്ട്. അദ്ദേഹം നാളെ ഡൽഹിയിലേക്ക് പോകും, പ്രധാനമന്ത്രിയെ കാണും എന്ന് കേൾക്കുന്നു. തൃശ്ശൂരിലെ പ്രചാരണത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും BJPയുടെ കേന്ദ്ര നേതാക്കൾ, നരേന്ദ്രമോദി അടക്കമുള്ളവർ ഒരു ഗ്യാരണ്ടി എന്ന മട്ടിൽ തന്നെ ഇവിടുന്ന് ജയിച്ചാൽ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുമെന്ന് പറഞ്ഞിരുന്നു. അത് നടപ്പാക്കാൻ ഒരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ന് മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിൽ എന്തെങ്കിലും ഒരു പരാമർശം ഈ വിഷയത്തിൽ സുരേഷ് ഗോപിയിൽ നിന്നുണ്ടായോ? വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലുടനീളം തൃശ്ശൂരിനൊരു കേന്ദ്രമന്ത്രി എന്നതായിരുന്നു BJP ഉയർത്തിയ മുദ്രാവാക്യം. ആ മുദ്രാവാക്യം ഈ വിജയത്തോടുകൂടി പ്രാവർത്തികമാക്കുന്ന നടപടികളിലേക്ക് BJP കടക്കുന്നു എന്നൊരു സൂചന തന്നെയാണ് പുറത്തു വരുന്നത്. ഇന്ന് സുരേഷ് ഗോപിയുമായി നമ്മൾ സംസാരിച്ച സമയത്ത് ഇക്കാര്യം ചോദിക്കുകയുണ്ടായ സമയത്ത് സുരേഷ് ഗോപി പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ താൻ തന്റെ നിലപാട് പറഞ്ഞിരുന്നു, അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അന്ന് പറഞ്ഞ നിലപാട് ഈ കേന്ദ്ര നേതൃത്വം ഇതിലൊരു തീരുമാനം പറയട്ടെ, കേന്ദ്രം പറയുന്നതനുസരിച്ച് താൻ പ്രവർത്തിക്കും, അവർ പറഞ്ഞാൽ കേന്ദ്രം നിശ്ചയിച്ചാൽ കേന്ദ്രമന്ത്രി
മുഖ്യമന്ത്രിയായി എത്തും എന്നുള്ളതായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത്. ഇന്നും അദ്ദേഹം ആവർത്തിക്കുന്നത് അതുതന്നെയാണ്. കേന്ദ്ര നേതൃത്വം എല്ലാം തീരുമാനിക്കട്ടെ എന്ന് പറയുകയാണ്. പക്ഷെ അപ്പോഴും അദ്ദേഹം പറയുന്നത് ഇനി തന്റെ ചുമതല എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ തന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുണ്ട് തൃശ്ശൂരിലെ ജനത. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിന്റെ വികസന പ്രവർത്തനങ്ങൾ, തൃശ്ശൂരിന് വേണ്ടിയുള്ള പോരാട്ടം അതുമായി മുന്നോട്ട് പോകും എന്ന് പറയുന്നു. തനിക്ക് ചില സിനിമകളുണ്ട്, പക്ഷേ അതിനപ്പുറത്തേക്ക് തൃശ്ശൂരിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തന്നെയാണ് പ്രാമുഖ്യം. താൻ ഈ മണ്ഡലത്തിൽ എത്താൻ സാധിച്ചില്ലെങ്കിൽ പോലും ആ വികസനത്തിൽ ഒരു പിന്നോട്ടടി അല്ലെങ്കിൽ തൃശ്ശൂരിന്റെ പ്രവർത്തനങ്ങൾ ഒരു പിന്നോട്ടടി ഉണ്ടാകാത്ത തരത്തിൽ ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ വിജയത്തിന് ശേഷം തൃശ്ശൂരിലെത്തി സുരേഷ് ഗോപിക്ക് ആവേശകരമായ സ്വീകരണമാണ് BJP പ്രവർത്തകർ ഒരുക്കിയത്. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അടക്കം പങ്കെടുത്തുകൊണ്ടുള്ള റോഡ് ഷോ, അതിൽ ഈ കെ സുരേന്ദ്രൻ പോലും നൃത്തം ചെയ്യുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആവേശത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. MT രമേശ് തുടങ്ങി ഈ BJPയുടെ ഈ മുതിർന്ന നേതാക്കളടക്കം ഈ ആവേശത്തോടു കൂടി ഇന്ന് സ്വരാജ് റൗണ്ടിൽ നൃത്തം വയ്ക്കുന്നതും ആവേശത്തോടു കൂടി മുദ്രാവാക്യം വിളിക്കുന്നതും എല്ലാം നമ്മൾ കണ്ടു. 25,000-ലധികം പ്രവർത്തകർ എന്നുള്ളതായിരുന്നു BJP പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു 50,000-ലൊക്കെ അധികം ആളുകൾ ഈ സ്വരാജ് റൗണ്ടിലേക്ക് ഒഴുകിയെത്തി. അങ്ങനെ മണിക്കൂറുകൾ നീണ്ട ആഘോഷം അതിപ്പോൾ ഈ പരിസമാപ്തിയിൽ എത്തിയിരിക്കുകയും ചെയ്യുകയാണ്. വിജയകുമാർ, യെസ്, തൃശ്ശൂരിൽ നിന്ന് ജയിച്ച സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിസഭയിലേക്ക് എന്നതാണ് പുതിയ വിവരം. നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സുരേഷ് ഗോപി കാണും. ഡൽഹിയിലെത്തി. ആദ്യഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞ ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ സർക്കാർ രൂപീകരണത്തിലെ സാധ്യതകൾ ചർച്ച ചെയ്ത് ഇന്ത്യ സഖ്യം. തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്കെതിരെയാണ് പൊതുജനാഭിപ്രായമെന്ന് യോഗത്തിൽ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. കേവല ഭൂരിപക്ഷം നൽകാതെ ജനം കൃത്യമായ മറുപടി നൽകി. ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ പാർട്ടികളെയും സ്വാഗതം ചെയ്യുന്നുവെന്നും AICC അധ്യക്ഷൻ വ്യക്തമാക്കി. Thank the people of India for the overwhelming support received by our allies. The people's mandate has given befitting reply to the BJP and their politics of hate, corruption and deprivation. This is a mandate in defense of the Constitution of India and against price rise, unemployment and crony capitalism, and also to save democracy. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ചേർന്ന യോഗത്തിൽ SP നേതാവ് അഖിലേഷ് യാദവ്, CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, CPI ജനറൽ സെക്രട്ടറി D രാജ ഉൾപ്പെടെ ഇന്ത്യ സഖ്യത്തിലെ പ്രമുഖ നേതാക്കൾ പങ്കെടുത്തു. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, തൽക്കാലം പ്രതിപക്ഷത്തിരിക്കുക എന്ന ഒരു നിലപാടിലേക്ക് ഇന്ത്യ സഖ്യം എത്തി എന്നാണോ ഈ യോഗത്തിന് ശേഷം നമ്മൾ വിലയിരുത്തേണ്ടത്? വിജയകുമാർ, അത്തരത്തിൽ തന്നെയാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. കാരണം അതിലൊരു പ്രധാന കാരണമായി ഈ യോഗത്തിൽ പങ്കെടുത്ത നേതാക്കളുമായി സംസാരിക്കുമ്പോൾ കാരണമായി തീരുമാനിക്കുന്നത് ഇന്ന് നടന്ന NDA യോഗത്തിൽ ഈ NDAയിലെ രണ്ടാമതും മൂന്നാമതും നിൽക്കുന്ന ഘടകകക്ഷികളായ TDPയും JDയും പങ്കെടുത്തു. അതുകൊണ്ട് തന്നെ ഉടൻ ഒരു സർക്കാർ രൂപീകരണ നീക്കങ്ങളിലേക്ക് കടക്കേണ്ട സാഹചര്യമില്ല. ഇതോടൊപ്പം തന്നെ നിലവിൽ ആ രണ്ട് പാർട്ടികൾക്കും ചേർത്താൽ 28 സീറ്റുകൾ മാത്രമാണ് ലഭിക്കുക. ഇന്ത്യ സഖ്യത്തിന് സർക്കാർ രൂപീകരിക്കണമെങ്കിൽ 38 സീറ്റുകളുടെ ആവശ്യമുണ്ട്. 10 സീറ്റുകൾ 10 സ്വതന്ത്രരോ അല്ലെങ്കിൽ ചെറു പാർട്ടികളോ ആയി 10 പേരുടെ കൂടി പിന്തുണ ഉറപ്പാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ കാത്തിരിക്കാനുള്ള ഒരു തീരുമാനമാണ് ഇന്ത്യ മുന്നണി സ്വീകരിച്ചിരിക്കുന്നത്. ഈ കാത്തിരിപ്പ് എന്നുള്ളത് NDA സഖ്യത്തിലെ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് വരെ മാത്രമാണ്. അത് എപ്പോൾ അതിനുള്ള സാധ്യത തെളിയുന്നു ആ ഘട്ടത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തുക. അതിൽ പ്രധാനമായും പാർലമെന്റിൽ വരും ദിവസങ്ങളിൽ നടക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ ഉൾപ്പെടെ സ്വീകരിക്കുന്ന നയസമീപനങ്ങൾ അത് കൃത്യമായി വിലയിരുത്തുകയും ആ പാർട്ടികൾ തങ്ങളുടെ നയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന പാർട്ടികളെ കൂടെ നിർത്താൻ ശ്രമിക്കുകയും ചെയ്യുകയും വിവിധ വിഷയങ്ങൾ പാർലമെന്റിൽ ചർച്ചയ്ക്കായി എത്തുന്ന ഘട്ടങ്ങളിൽ ആ വിഷയങ്ങളിൽ എടുക്കുന്ന നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ പാർട്ടികളെ ഈ NDAയുടെ ഭാഗമായി നിലവിൽ നിൽക്കുന്ന പാർട്ടികളെ ഉൾപ്പെടെ അടർത്തിയെടുക്കാനുള്ള സാഹചര്യമുണ്ടാകുമെന്നും കൂടാതെ സ്വതന്ത്രരും ചെറു പാർട്ടികളുടെ പ്രതിനിധികളുമായി എത്തുന്ന അംഗങ്ങളെ ഉൾപ്പെടെ ഇത്തരം നിലപാടുകൾ എടുക്കേണ്ട സമയങ്ങളിൽ കൂടെ നിർത്താനാകും എന്നുമുള്ള ഒരു വിലയിരുത്തലാണ് ഇന്ത്യ മുന്നണി നടത്തിയിരിക്കുന്നത്. നിലവിൽ ഉന്നയിച്ച വിഷയങ്ങൾ അതുമായി മുന്നോട്ടു പോകും. ഈ പോരാട്ടം അവസാനിപ്പിക്കുന്നില്ല. എന്തെല്ലാം വാഗ്ദാനങ്ങളാണോ ജനങ്ങൾക്ക് നൽകിയത് ആ വാഗ്ദാനങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കും. എന്തായാലും നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു കൂട്ടുകക്ഷി സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോയുള്ള അനുഭവ പരിചയമില്ല. മുഖ്യമന്ത്രിയായും പ്രധാനമന്ത്രിയായും അദ്ദേഹം നയിച്ചത് മുഴുവനായും തൻ്റെ പാർട്ടിക്ക് മൃഗീയ ഭൂരിപക്ഷമുള്ള ഘട്ടങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ഒരു കൂട്ടുകക്ഷി സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മെയ്വഴക്കമില്ലാത്ത നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾ
എടുക്കാൻ എളുപ്പമാണ്. പ്രത്യേകിച്ചും ഒട്ടേറെ തവണ രാഷ്ട്രീയ ചാഞ്ചാട്ടമുണ്ടായ നിതീഷ് കുമാറും TDPയും അടക്കമുള്ള പാർട്ടികൾ കൂടെ നിൽക്കുമ്പോൾ അത് അസാധ്യമാണ് എന്ന് തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ മുന്നണിക്ക് ഒരു ചെയർമാൻ ഉണ്ടാകുമെന്ന് കേട്ടിരുന്നു. ശരത് പവാറിന്റെ പേരാണ് രാവിലെ കേട്ടത്. ഒപ്പം പ്രതിപക്ഷത്താണെങ്കിൽ ഇനിയും പ്രതിപക്ഷത്തിരിക്കാൻ തീരുമാനിച്ചെങ്കിൽ ആരായിരിക്കും ആ പ്രതിപക്ഷ നേതാവ് പദവിയിലേക്ക് വരിക എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിലെന്തെങ്കിലും സൂചനകളുണ്ടോ ഇപ്പോൾ? വിജയകുമാർ, അത്തരം ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ ഇന്നെന്തായാലും ഇന്ത്യ മുന്നണി നേതാക്കൾ തയ്യാറായിട്ടില്ല. എന്തായാലും ഈ കൺവീനറോ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയെ ആര് നയിക്കും എന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള ചർച്ചകളിലേക്ക് കടന്നില്ല എന്നുള്ളതാണ്. നേരത്തെ ഈ യോഗത്തിന്റെ അജണ്ട നിശ്ചയിക്കുമ്പോൾ തന്നെ അത് അജണ്ടയിലില്ല എന്നായിരുന്നു നേതാക്കൾ നൽകിയിരുന്ന മറുപടി എന്നുള്ളത്. ആ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയോ തീരുമാനമെടുക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് നേതാക്കളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്ത ഘട്ടത്തിൽ ഈ പാർട്ടികൾ, ഇന്ത്യ മുന്നണിയിൽ തന്നെ വിവിധ പാർട്ടികൾ തങ്ങളുടെ സഭാകക്ഷി നേതാവിനെ തെരഞ്ഞെടുത്ത ശേഷമായിരിക്കും അത്തരം ഒരു ചർച്ചകളിലേക്കും മറ്റും കാര്യങ്ങൾ കടക്കുക. നിലവിലിപ്പോൾ ഉടനുണ്ടായ ഒരു സാഹചര്യം, ഒരു സർക്കാർ രൂപീകരണം സാധ്യമാണോ എന്നോ BJPയെ ആദ്യഘട്ടത്തിൽ തന്നെ ചെറുക്കാൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നും വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ യോഗം ഇന്ത്യ മുന്നണി വിളിച്ചു ചേർത്തിരുന്നത്. വിജയകുമാർ. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. തൽക്കാലം പ്രതിപക്ഷത്തിരിക്കുക എന്ന സാധ്യതയിലേക്കാണ് ഇന്ത്യ മുന്നണി നീങ്ങുന്നത്. ആഭ്യന്തര വൈരുദ്ധ്യങ്ങൾ NDAയെ ബാധിക്കും. ആ ഘട്ടത്തിൽ സജീവമായി ഇടപെടുക, അത്തരം ഘട്ടങ്ങളിൽ ഇടപെടൽ നടത്തുക എന്നതാണ് ഇന്നത്തെ ചർച്ചകളുടെ ഒരു പൊതു സ്വഭാവമെന്നാണ് ഞങ്ങളുടെ ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് വരുന്നതിന് മുമ്പ് മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. 24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിനെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ അതിരപ്പള്ളി CIക്ക് സസ്പെൻഷൻ. CI ആൻഡ്രി ഗ്രോമിക്കിനെയാണ് സസ്പെൻഡ് ചെയ്തത്. ഉത്തരമേഖല IG K സേതുരാമൻ്റേതാണ് ഉത്തരവ്. ലോക്കപ്പിൽ വിവസ്ത്രനാക്കി നിർത്തി റൂബിൻ ലാലിനെ ഫോൺ നശിപ്പിച്ചു, അറസ്റ്റിൽ പാലിക്കേണ്ട നടപടികൾ ലംഘിച്ചു എന്നതുൾപ്പെടെ CIക്ക് ഗുരുതര വീഴ്ചയുണ്ടായി എന്നാണ് കണ്ടെത്തൽ. ദീപക് ധർമ്മടം വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. ദീപക്, എന്താണ്, നീതി നടപ്പായി തുടങ്ങി എന്ന് നമുക്ക് ആശ്വസിക്കാവുന്ന ഘട്ടം എത്തിയിട്ടുണ്ട് അല്ലേ? വിജയകുമാർ, അത് തന്നെയാണ് നീതി പുലരുന്നു എന്ന് കാണുമ്പോഴുള്ള സന്തോഷം. നമ്മളിൽ ഒരുവനെ, നമ്മുടെ റിപ്പോർട്ടറെ പോലീസ് കള്ളക്കേസിൽ കൊടുക്കുന്നു. വനം വകുപ്പിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ജാക്സന്റെ കള്ളപ്പരാതി, ആ കള്ളപ്പരാതി ആണെങ്കിൽ ഒരു കാട്ടുപന്നി മരിച്ചതിന്റെ ദൃശ്യങ്ങൾ എടുക്കാൻ പോകുന്നു. ദൃശ്യങ്ങൾ എടുത്താലുള്ള പ്രശ്നം അത് അക്കൗണ്ട് ചെയ്യപ്പെടുന്നു, OR എഴുതേണ്ടി വരുന്നു. ഈ കാട്ടുപന്നിയെ കടത്തി വിൽപ്പന നടത്താനോ ഇറച്ചി ഭക്ഷിക്കാനോ ഉള്ള അവസരമില്ലാതാകുന്നു. ഇതിന് തടഞ്ഞ് വാർത്ത ചെയ്തതിന്റെ പേരിലാണ് അദ്ദേഹത്തെ ആദ്യം കയ്യേറ്റം ചെയ്യുന്നു, അതിനുശേഷം കള്ളക്കേസിൽ കൊടുക്കുന്നു. ആ കള്ളക്കേസിലാണ് ഈ എൻഡ്രിക് ഗ്രോമിക് എന്ന ഈ CI IP ഒരു അർദ്ധരാത്രിയിൽ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യുന്നു. കൊണ്ടുപോയി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന വഴി പുഴയുടെ മുകളിലെ പാലത്തിൽ നിർത്തുന്നു, മൊബൈൽ തല്ലിപ്പൊളിക്കുന്നു. പക്ഷേ എന്നാൽ ഇതെല്ലാം നിഷേധിച്ചുകൊണ്ടായിരുന്നു ആദ്യ അന്വേഷണ റിപ്പോർട്ട്. ചാലക്കുടി DYSP R അശോകൻ വെള്ളപൂശിക്കൊണ്ട് റിപ്പോർട്ട് നൽകുന്നു. ആ റിപ്പോർട്ട് തള്ളിക്കൊണ്ട് പോലീസ് തലപ്പത്തും നടപടി ഉണ്ടാവുന്നു. ഈ ഘട്ടത്തിൽ 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ മുഖ്യമന്ത്രിക്ക് പരാതി അയക്കുന്നു. അതേ തുടർന്ന് കൂടുതൽ ശക്തമായ അന്വേഷണത്തിലേക്ക് കടക്കുന്നു. ഒടുവിൽ പോലീസിന് കൃത്യമായ തെളിവുകൾ, CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഈ IP ഗുരുതരമായ തെറ്റുകൾ, കുറ്റകൃത്യങ്ങൾ ചെയ്തു. അതൊന്ന് മൊബൈൽ ഫോൺ, തെളിവുകൾ അനവധിയുള്ള മൊബൈൽ ഫോൺ തല്ലി തകർത്തു നശിപ്പിച്ചു. അത് സസ്പെൻഷൻ ഉത്തരവിൽ കൃത്യമായി പറയുന്നു, ഫോൺ നശിപ്പിച്ചു എന്നുള്ളത്. എന്നാൽ ആദ്യം ഫോൺ ഇല്ലായിരുന്നു എന്നായിരുന്നു DYSP അശോകന്റെ റിപ്പോർട്ട്. എന്നാൽ ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ പരാതി DGPക്ക് വിടുകയും DGP ദർവേഷ് സാഹിബ് അതിൽ വിശദമായ അന്വേഷണത്തിന് നിർദ്ദേശിച്ചു. അത് ADGP ലോ ആൻഡ് ഓർഡർ MR അജിത് കുമാറിനെ ഏൽപ്പിക്കുന്നു. അതിനുശേഷം അദ്ദേഹം ചില ചോദ്യങ്ങൾ, ഈ റിപ്പോർട്ടിനെ നിരാകരിച്ചുകൊണ്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. വീണ്ടും അന്വേഷണം നടക്കുന്നു. അങ്ങനെ DYSP മാറ്റി അഡീഷണൽ SP അന്വേഷിക്കുന്നു. അതിലാണ് ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ കണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിജയകുമാർ, ഈ വനം വകുപ്പിലെ ചില കാട്ടുകള്ളന്മാർ നേരത്തെയും കള്ളക്കേസിൽ കുടുക്കിയതാണ് എന്ന് പോലീസിന് വിവരം ലഭിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മുൻപുള്ള റൂബിൻ ലാലിനെതിരായ കേസിൽ പോലും പുനരന്വേഷണത്തിന് വേണ്ടിയുള്ള പരിശോധനയിലേക്ക് കടക്കുന്നു. അങ്ങനെ 2 ഉത്തരവുകളാണ് ഇന്ന് ആഭ്യന്തര വകുപ്പ് പോലീസ് ഇറക്കിയിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം IG സേതുരാമനാണ് ഉത്തരവിറക്കിയത്. ആ ഉത്തരവിൽ ഒന്ന്, റൂബിൻ ലാലിനെതിരെ അതിക്രമം നടന്നു, വിവസ്ത്രനാക്കി നിർത്തി, മൊബൈൽ തകർത്തു, മാനുഷിക പരിഗണന നൽകിയില്ല, പോലീസ് സേനയ്ക്കുടെ അന്തസ് തകർത്തുകൊണ്ട് ഈ ഹെൻഡ്രിക് ഗ്രോമിക് പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നത്. രണ്ടാമത്തെ ഉത്തരവിൽ ഈ കേസിന്റെയും പഴയ കേസിന്റെയും അന്വേഷണം ക്രൈംബ്രാഞ്ച് DYSPക്ക് വിട്ടുകൊണ്ടുള്ള ഉത്തരവും വരുന്നു. നീതി പുലരുന്നു എന്നത് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുക. വിജയകുമാർ. യെസ്, വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ റൂബിൻ ലാൽ ഉന്നയിച്ച പരാതികൾ മുഴുവൻ വസ്തുതാപരമായിരുന്നു
എന്നത് ഈ സസ്പെൻഷൻ ഉത്തരവിൽ വ്യക്തമാണ്. ലോക്കപ്പിൽ വിവസ്ത്രനാക്കി നിർത്തി, റൂബിൻ ലാലിന്റെ ഫോൺ നശിപ്പിച്ചു, അറസ്റ്റിൽ പാലിക്കേണ്ട നടപടികൾ ലംഘിച്ചു എന്നതുൾപ്പെടെ CIക്ക് ഗുരുതര വീഴ്ചയുണ്ടായി എന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ അന്വേഷണം വകുപ്പ് തലത്തിൽ നടക്കുകയും ചെയ്യും. അതിൻ്റെ ആദ്യ പടി എന്ന നിലയിലാണ് ഇപ്പോൾ ഈ ആരോപണ വിധേയനായ ഈ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ദീപക് ധർമ്മടമാണ് കോഴിക്കോട്ട് നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. വാർത്തമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി ചർച്ച ചെയ്യാൻ ഈ മാസം 16 മുതൽ 5 ദിവസം CPIM നേതൃയോഗങ്ങൾ ചേരും. തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ജനവിധി അംഗീകരിക്കുന്നുവെന്നും പോരായ്മകൾ പരിഹരിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതികരിച്ചു. സർക്കാർ വിരുദ്ധ വികാരം ആഞ്ഞടിച്ചപ്പോൾ ആലത്തൂരിലൊഴികെ എല്ലാ മണ്ഡലങ്ങളിലും ഇടതുമുന്നണിക്ക് കാലിടറി. CAയും മണിപ്പൂർ വിഷയങ്ങളും ഉയർത്തി ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്താനുള്ള ശ്രമം ഫലം കണ്ടില്ല. പാർട്ടി വോട്ടുകൾ പൂർണ്ണമായി സംരക്ഷിക്കാനും കഴിഞ്ഞില്ല. ഇക്കാര്യങ്ങളെല്ലാം 16, 17 തീയതികളിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും 18, 19, 20 തീയതികളിൽ സംസ്ഥാന കമ്മിറ്റിയും ചർച്ച ചെയ്യും. പാർട്ടിയുടെ അടിത്തറയ്ക്ക് കോട്ടം തട്ടിയിട്ടില്ലെന്ന് MV ഗോവിന്ദൻ. ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം 36% വോട്ടാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് 1% വോട്ടിൻ്റെ കുറവോടെ 35% വോട്ട് ഞങ്ങൾക്ക് കിട്ടി. അടിത്തറ വളരെ ശക്തമായ രീതിയിൽ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് അത് കാണിക്കുന്നത്. അല്ലാണ്ട് എല്ലാം എന്തോ ആയിപ്പോയി എന്നുള്ളൊരു തെറ്റിദ്ധാരണയും വേണ്ട. UDFൻ്റെ 5% വോട്ട് കുറഞ്ഞു, ഞങ്ങൾക്ക് 1% വോട്ട് കുറഞ്ഞു. കേരളത്തിലെ ജനവിധി ആഴത്തിൽ പരിശോധിച്ച് ആവശ്യമായ തിരുത്തുകൾ വരുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർക്കാരിനെതിരെ നടക്കുന്ന സംഘടിത കുപ്രചാരണങ്ങളെ പ്രതിരോധിക്കും. തൃശൂരിലെ BJPയുടെ ജയം ഗൗരവത്തോടെ പരിശോധിക്കും. ദേശീയ തലത്തിൽ വർഗീയതയുയർത്തി മുന്നോട്ടു പോകാമെന്ന BJPയുടെ വ്യാമോഹം ഇന്ത്യൻ ജനത തകർത്തെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. ആലത്തൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട K രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം ഒഴിയുമ്പോൾ മറ്റൊരാൾക്ക് ചുമതല നൽകണോ എന്നതും CPIM നേതൃയോഗങ്ങളിൽ ചർച്ചയാകും. ബാലുശ്ശേരി MLA KM സച്ചിൻദേവ്, മാനന്തവാടി MLA OR കേളു, കോങ്ങാട് MLA K ശാന്തകുമാരി എന്നിവരുടെ പേര് പരിഗണനയിലുണ്ടെന്നാണ് സൂചന. 24 തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെ രാജ്യസഭാ സീറ്റിനെ ചൊല്ലി LDFൽ തർക്കം രൂക്ഷം. രാജ്യസഭാ സീറ്റ് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നും വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും CPM നേതൃത്വത്തെ CPI അറിയിച്ചിട്ടുണ്ട്. കേരള കോൺഗ്രസും RJDയും സീറ്റ് ആവശ്യപ്പെട്ട് സമ്മർദ്ദം ശക്തമാക്കി. അതിനിടെ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി KK ശിവരാമനും MV ശ്രേയാംസ് കുമാറും രംഗത്തെത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ രാജ്യസഭാ സീറ്റ് വിഭജനം LDFന് കീറാമുട്ടിയാവുകയാണ്. സീറ്റിനായി സമ്മർദ്ദം ശക്തമാക്കുകയാണ് ഘടകകക്ഷികൾ. രാജ്യസഭാ സീറ്റിൽ വിട്ടുവീഴ്ചയില്ലെന്നും തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നുമുള്ള നിലപാട് CPIM നേതൃത്വത്തെ അറിയിച്ചു. കേരള കോൺഗ്രസിന് മറ്റ് പദവികൾ നൽകുന്നതിൽ എതിർപ്പില്ല. ക്യാബിനറ്റ് റാങ്കോടെ ഭരണപരിഷ്കാര കമ്മീഷന്റെ ചെയർമാൻ സ്ഥാനം നൽകാം. രാജ്യസഭാ സീറ്റിലെ എല്ലാ അവകാശങ്ങളും CPIക്കുള്ളതാണ്. ചില കാര്യങ്ങളിലൊന്നും വിട്ടുവീഴ്ച സാധ്യമല്ല. ഇതങ്ങനെയുള്ള ഒന്നാണ്. കോട്ടയത്തെ തോൽവിയോടെ സമ്മർദ്ദം ശക്തമാക്കുകയാണ് കേരള കോൺഗ്രസ്. UDFൽ നിന്ന് രാജ്യസഭാ സീറ്റുമായാണ് LDFലേക്ക് വന്നത്. കാലാവധി കഴിയുന്ന സീറ്റിന് അവകാശം തങ്ങൾക്ക് തന്നെയെന്ന് കേരള കോൺഗ്രസ് വ്യക്തമാക്കുന്നു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരിഗണിക്കാതിരുന്ന RJDയെ രാജ്യസഭാ സീറ്റിലേക്ക് പരിഗണിക്കണമെന്നാണ് RJD നേതൃത്വത്തിന്റെ ആവശ്യം. കേരള കോൺഗ്രസിനും RJDക്കും അർഹിക്കുന്ന പ്രാധാന്യം ലഭിക്കുന്നില്ലെന്നാണ് പരാതി. അവഗണന സഹിച്ച മുന്നണിയിൽ നിൽക്കുന്നതെന്തിനെന്നാണ് ഇവർ ഉന്നയിക്കുന്ന ചോദ്യം. ഇതിനിടെ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി CPI നേതാവ് KK ശിവരാമൻ രംഗത്തെത്തി. പൊതുവിൽ സാധാരണ ജനങ്ങൾ സംതൃപ്തരല്ല. ഈ ഗവൺമെൻറ്റിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നതല്ല ലഭിക്കുന്നത് എന്ന ചിന്ത സാധാരണ ജനങ്ങൾക്കിടയിലുണ്ട്. നമ്മുടെ നാട്ടിലെ ആളുകൾ എന്തെല്ലാം പറഞ്ഞാലും അവർ അസംതൃപ്തരാണെങ്കിൽ വോട്ട് കൊടുക്കത്തില്ല. പരാജയത്തിന് കാരണം ആഭ്യന്തര വകുപ്പാണെന്ന RJD സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയാംസ് കുമാർ. പോലീസ് ഭരണം ജനങ്ങളെ അകറ്റിയെന്നും രൂക്ഷ വിമർശനം. ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്നുള്ളത് വളരെ ആഴത്തിൽ പരിശോധിക്കേണ്ട കാര്യം കൂടിയാണ്. പ്രത്യേകിച്ച് ഈ പോലീസിൻ്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള ചില രീതികൾ അതൊക്കെ തന്നെ അവലോകനം ചെയ്യേണ്ട ഒന്നാണ്. സാധാരണ നിഷ്പക്ഷരായ ജനങ്ങളുടെ വോട്ടുകൾ കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഇനി മുന്നണിയിലെ വോട്ടിനെ പൂർണ്ണമായി കിട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട സമയമാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഒറ്റ സീറ്റിലേക്ക് ഒതുങ്ങിയതിന് പുറമെ വോട്ടു കണക്കിലും LDFന് വൻ തിരിച്ചടി. ശക്തി കേന്ദ്രങ്ങളിൽ പോലും വോട്ട് ചോർന്നു. നിയമസഭാ മണ്ഡലങ്ങളിൽ 18 മാത്രമാണ് മുന്നിലെത്താനായത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയം സംസ്ഥാന സർക്കാരിനെതിരായ ജനവികാരമല്ലെന്ന് CPIM ആവർത്തിക്കുമ്പോഴാണ് വോട്ട് കണക്കുകൾ ചോദ്യചിഹ്നമാകുന്നത്. 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 111ലും
UDF ആണ് കൂടുതൽ വോട്ട് നേടിയത്. നിലവിൽ 99 സീറ്റുള്ള LDFന് 18 മാത്രമാണ് മേൽക്കൈ ലഭിച്ചത്. 11 BJP മുന്നിലെത്തിയെന്നതും LDFന് കനത്ത തിരിച്ചടിയായി. തൃശൂരിൽ 6ഉം തിരുവനന്തപുരത്ത് 3ഉം ആറ്റിങ്ങലിൽ 2 നിയമസഭാ മണ്ഡലങ്ങളിലാണ് BJP ലീഡ് നേടിയത്. കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, നേമം, ആറ്റിങ്ങൽ, കാട്ടാക്കട, മണലൂർ, ഒല്ലൂർ, തൃശൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട, പുതുക്കാട് തുടങ്ങിയ മണ്ഡലങ്ങളിൽ BJP ഒപ്പത്തിനൊപ്പമുണ്ട്. UDFിൽ നിന്ന് BJP സീറ്റൊന്നും പിടിച്ചതുമില്ല. LDFിൽ നിന്ന് UDF പിടിച്ചത് 70 സീറ്റുകളാണ്. പാറശാല, നെയ്യാറ്റിൻകര, നെടുമങ്ങാട്, ചിറയൻകീഴ്, ചെങ്ങന്നൂർ, ദേവികുളം, ഉടുമ്പൻചോല, വടക്കാഞ്ചേരി, തളിപ്പറമ്പ്, അഴീക്കോട്, കണ്ണൂർ ഉൾപ്പെടെയുള്ള ശക്തി കേന്ദ്രങ്ങളിൽ LDFന് വോട്ട് ചോർച്ചയുണ്ടായി. UDF 41 സീറ്റ് നിലനിർത്തിയപ്പോൾ LDF നിലനിർത്തിയത് 18 സീറ്റുകൾ മാത്രം. മന്ത്രിമാരുടെ മണ്ഡലങ്ങളിലും CPMന് തിരിച്ചടി നേരിട്ടു. മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്ത് പോലും UDF കത്തിക്കയറി. 24 തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ പത്തനംതിട്ട CPIMൽ പരസ്യ പ്രതിഷേധം. സ്ഥാനാർത്ഥി നിർണയം പാളിയ ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ ജില്ലാ നേതൃത്വം വിശദീകരണം തേടും. നാളെ ചേരുന്ന ഏരിയ കമ്മിറ്റി യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യും. തോമസ് ഐസക് വ്യക്തിപരമായി സമാഹരിച്ച വോട്ടുകളില്ലായിരുന്നുവെങ്കിൽ 2019 ലഭിച്ച വോട്ട് LDFന് നിലനിർത്താനാകില്ലെന്നാണ് ഐസക്കിനോട് അടുപ്പമുള്ളവർ പറയുന്നത്. തോമസ് ഐസക് പത്തനംതിട്ടയിൽ മത്സരിക്കുന്നതിൽ തുടക്കം മുതൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് എതിർപ്പുണ്ടായിരുന്നു. ഇത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ ബാധിച്ചതായി ഒരു വിഭാഗം കരുതുന്നു. ഇതിന്റെ പ്രതിഫലനമാണ് പത്തനംതിട്ടയിലെ ഏരിയ കമ്മിറ്റി അംഗം തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ രാജു എബ്രഹാമിന്റെ ചിത്രം സഹിതം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് പിന്നിലെന്നാണ് വിലയിരുത്തൽ. പോസ്റ്റ് വിവാദമായതോടെ സംസ്ഥാന നേതൃത്വം ജില്ലാ നേതൃത്വത്തോട് കാരണം ആരാഞ്ഞു. ഇതോടെയാണ് പത്തനംതിട്ട ഏരിയ കമ്മിറ്റി അംഗം അൻസാരി അസീസിനോട് വിശദീകരണം തേടാൻ ജില്ലാ നേതൃത്വം തീരുമാനിച്ചത്. നാളെ ചേരുന്ന ഏരിയ കമ്മിറ്റി യോഗത്തിൽ വിഷയം ചർച്ചയാകും. കേവലം ഏരിയ കമ്മിറ്റി അംഗം മാത്രമല്ല, മുതിർന്ന അംഗങ്ങളിൽ പലരും തെരഞ്ഞെടുപ്പിൽ നിസ്സംഗത കാട്ടിയോ എന്നും പരിശോധിക്കും. കേന്ദ്ര കമ്മിറ്റി അംഗത്തിന്റെ തോൽവിയുടെ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് നടന്ന കമ്മിറ്റിയിൽ മുതിർന്ന നേതാക്കൾ തമ്മിലുണ്ടായ കയ്യാങ്കളിയിലും പ്രത്യേക അന്വേഷണമുണ്ടാകും. 24 പത്തനംതിട്ട. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മികച്ച വിജയത്തിന്റെ നിറവിലും കോൺഗ്രസിന് തലവേദനയായി കെ മുരളീധരന്റെ പരാജയം. അതൃപ്തി പരസ്യമാക്കിയ കെ മുരളീധരനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറെടുക്കുന്നുണ്ട്. ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റു നൽകുന്നതും സംഘടനയുടെ തലപ്പത്തേക്ക് എത്തിക്കുന്നതും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നേതൃത്വത്തിന്റെ പരിഗണനയിലുണ്ട്. കെ മുരളീധരനെ നേരിൽ കാണുമെന്നും തോൽവി പരിശോധിക്കുമെന്നും KPCC അധ്യക്ഷൻ പറഞ്ഞു. പൊതുരംഗത്ത് നിന്ന് താൽക്കാലികമായി മാറി നിൽക്കുമെന്ന കടുത്ത തീരുമാനമെടുത്ത കെ മുരളീധരനെ അനുനയിപ്പിക്കാൻ പല വഴികൾ തേടുകയാണ് കോൺഗ്രസ് നേതൃത്വം. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കുന്ന കാര്യം ആലോചനയിലാണ്. എന്നാൽ ഉറച്ച വിജയസാധ്യതയില്ലാതെ മുരളീധരൻ വഴങ്ങുമോ എന്നതാണ് പ്രതിസന്ധി. വയനാട്ടിൽ രാഹുൽ ഗാന്ധി രാജിവെക്കുകയാണെങ്കിൽ അതുവഴി ലോക്സഭയിലേക്ക് മുരളീധരനെ എത്തിക്കുന്ന കാര്യവും ആലോചനയിലുണ്ട്. കെ മുരളീധരനെ KPCC അധ്യക്ഷനാക്കണമെന്ന ആവശ്യവും പാർട്ടിക്കുള്ളിൽ ശക്തമായി. പാർട്ടിയുടെ എല്ലാമെല്ലാമായ മുരളീധരൻ ഉന്നയിച്ച പ്രശ്നങ്ങൾ പരിശോധിക്കുമെന്ന് K സുധാകരൻ. തൃശ്ശൂരിലെ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇത്തരമൊരു അനുഭവം ആദ്യമാണ്. അതിനുള്ള അടിസ്ഥാനപരമായ കാരണങ്ങൾ എന്ത് എന്ന് പരിശോധിക്കണം. പാർട്ടി അതിനുവേണ്ടി നടപടി സ്വീകരിക്കുന്നു, അന്വേഷിക്കും, എല്ലാ വസ്തുതകളും അന്വേഷിക്കും, എന്തു പറ്റി എന്ന് പാർട്ടി വിലയിരുത്തും. തൃശൂരിൽ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കിയത് പാർട്ടിയാണെന്നും പരാതി പരിശോധിക്കുമെന്നും KC വേണുഗോപാൽ പ്രതികരിച്ചു. കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് ശ്രീ മുരളീധരൻ. പാർട്ടിയുടെ നേതൃത്വം കൂട്ടായിട്ട് ആലും പറഞ്ഞിട്ട് ആണ് അദ്ദേഹവും സമ്മതിച്ചിട്ടാണ് തൃശ്ശൂരിലേക്ക് സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിരിക്കുന്നത്. അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളതിൻ്റെ സൂക്ഷ്മമായ പരിശോധന പാർട്ടി നടത്തുമെന്നുള്ളതിന് സംശയം വേണ്ട. പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കുന്നുവെന്ന നിലപാട് പിൻവലിക്കണമെന്ന മുതിർന്ന നേതാക്കൾ മുരളീധരനോട് ആവശ്യപ്പെട്ടു. അനുനയ നീക്കത്തിൽ വഴങ്ങിയില്ലെങ്കിൽ അത് വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടിയാകുമെന്ന ഭയം കോൺഗ്രസിനുണ്ട്. 24 തിരുവനന്തപുരം. ഓൾ ഇന്ത്യ മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ മലയാളികൾക്ക് അഭിമാന നേട്ടം. മുഴുവൻ മാർക്കും നേടി പാലാ ബ്രില്യൻറ്റ് സ്റ്റഡീസ് സെന്ററിലെ 4 വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ ഒന്നാമതായി. അഖിലേന്ത്യാ തലത്തിലെ ചരിത്ര നേട്ടത്തിനൊപ്പം കേരളത്തിലെ ആദ്യ 15 റാങ്കുകളും ബ്രില്യൻറ്റിലെ വിദ്യാർത്ഥികൾക്കാണ്. ഓൾ ഇന്ത്യ മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ ചരിത്ര വിജയം നേടിയിരിക്കുകയാണ് പാലാ ബ്രില്യൻറ്റ് സ്റ്റഡീസ് സെന്റർ. 720-ൽ 720 മാർക്കോടെ രാജ്യത്തെ 1ാം സ്ഥാനക്കാരായത് ബ്രില്യന്റിലെ 4 വിദ്യാർത്ഥികൾ. തൃശൂർ കൊരട്ടി സ്വദേശികളായ ഡോക്ടർ രാജേഷ് എസിന്റെയും ഡോക്ടർ ദീപാകൃഷ്ണന്റെയും മകൻ ദേവദർശൻ, കണ്ണൂരിലെ ഡോക്ടർ ദമ്പതികളായ ഷർമിൾ ഗോപാലിന്റെയും പ്രിയ PGയുടെയും മകൻ ശ്രീനന്ദ് ഷർമിൾ, കൊല്ലം അടിച്ചനല്ലൂർ സ്വദേശിയായ വാട്ടർ അതോറിറ്റി റിട്ടയർ ഉദ്യോഗസ്ഥൻ വിജയകുമാറിന്റെയും സ്കൂൾ പ്രിൻസിപ്പൽ
ജയയുടെയും മകൻ അഭിഷേക് വിജയ്. കോഴിക്കോട് ചേവായൂരിലെ ഡോക്ടർ ദമ്പതികളായ സുനിൽ പ്രസാദ് RSന്റെയും വിനീത VSന്റെയും മകൻ അഭിനവ് സുനിൽ പ്രസാദ് എന്നിവരാണ് 1ാം റാങ്ക് പങ്കിട്ടത്. കൂടാതെ കേരളത്തിൽ നിന്നുള്ള ആദ്യ 15 റാങ്കുകളും ബ്രില്യന്റിലെ വിദ്യാർത്ഥികളാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. 715 മാർക്കിന് മുകളിൽ നേടിയ 15 വിദ്യാർത്ഥികളും 700-ന് മുകളിൽ സ്കോർ ചെയ്ത 190 വിദ്യാർത്ഥികളും ബ്രില്യന്റിലൂടെ രാജ്യത്തെ മുൻനിര സ്ഥാപനങ്ങളിൽ മെഡിക്കൽ പഠനത്തിന് അവസരം ഉറപ്പിച്ചിരിക്കുകയാണ്. 24 കോട്ടയം. 2020 ലോകകപ്പിൽ അയർലൻഡിനെതിരെ ഇന്ത്യക്ക് 97 റൺസ് വിജയലക്ഷ്യം. അയർലൻഡ് 96 റൺസിന് ഓൾ ഔട്ടായി. ഹാർദിക് പാണ്ഡ്യ 3-ഉം ജസ്പ്രീത് ബുംറയും അർഷ്ദീപ് സിംഗും 2 വിക്കറ്റ് വീതവും വീഴ്ത്തി. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് കൂടുതൽ വിവരങ്ങൾ നൽകും. അനിൽ, തുടക്കം ആദ്യ മത്സരം ഇന്ത്യ ഗംഭീരമാക്കിയെന്ന് പറയാം അല്ലേ? തീർച്ചയായും വിജയകുമാർ, ഇന്ത്യക്ക് എന്തായാലും 2020 ലോകകപ്പിൽ ഒരു മികച്ച തുടക്കം തന്നെയാണ് ഇന്ത്യയുടെ ബൗളർമാർ സമ്മാനിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ബൗളർമാർ അക്ഷരാർത്ഥത്തിൽ തീ തുപ്പി എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഉജ്ജ്വല തുടക്കം തന്നെയാണ് നൽകിയത്. ബൗളർമാരെല്ലാവരും എടുത്തു പറയേണ്ടത് ഹാർദിക് പാണ്ഡ്യ 3 വിക്കറ്റ് വീഴ്ത്തി, ജസ്പ്രീത് ബുംറയും അർഷദീപും 2 വിക്കറ്റ് വീതവും വീഴ്ത്തി, അക്സറും മുഹമ്മദ് സിറാജും മോശമാക്കിയില്ല, ഇരുവരും ഓരോ വിക്കറ്റും വീതം വീഴ്ത്തി. അങ്ങനെ അയർലാൻഡിന് ആർക്കും തന്നെ ഒരു നിലയുറപ്പിക്കാനുള്ള അവസരം കൊടുക്കുകയിലുണ്ടായില്ല. ആകെ ഗാരറ്റ് ഡെലാനി മാത്രമാണ് പൊരുതി നോക്കിയത്, 26 റൺസ്. ഒടുവിൽ അദ്ദേഹം റണ്ണൌട്ട് ആയതോടുകൂടി അങ്ങനെ അവരുടെ ഇന്നിങ്സ് 96 റൺസിന് അവസാനിക്കുകയായിരുന്നു. 7 ബാറ്റർമാർക്ക് 2 അക്കം കാണാനായില്ല. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയോടെയാണ് ഈ ലോകകപ്പിന് ഇറങ്ങുന്നത്. നീണ്ട കാലത്തെ കാത്തിരിപ്പ് അവസാനിപ്പിച്ച് കുട്ടി ക്രിക്കറ്റിലെ വിശ്വകിരീടം വീണ്ടെടുക്കാനാണ് ഇന്ത്യ ഇറങ്ങുന്നത്. അതിനൊത്തൊരു ടീം തന്നെയായിട്ടാണ് ഇന്ത്യ എത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മോഹിച്ച അതിലേക്ക്, ആ വലിയ ലക്ഷ്യത്തിലേക്ക് ഒരു മോഹിച്ച തുടക്കം ഇന്ത്യക്ക് അനിവാര്യമായിരുന്നു. അങ്ങനെ ഒരു തുടക്കം തന്നെയാണ് ഇന്ത്യയുടെ ബൗളർമാർ നൽകിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇന്ത്യ 97 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് എടുത്തിരിക്കുകയാണ്. എന്തായാലും സമീപകാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത ഒരു കൗതുകകരമായ ഒരു ബാറ്റിംഗ് ജോഡിയാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയുടെ സ്റ്റാർ ബാറ്റേഴ്സായുള്ള നായകൻ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയുമാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. IPL-ലെ ഉജ്ജ്വല പ്രകടനം തന്നെയാണ് ഒരുപക്ഷെ സ്പെഷ്യലിസ്റ്റ് യശസ്വി ജയ്സ്വാളിനെ മാറ്റി വിരാട് കോഹ്ലിയെ ഓപ്പണിങ്ങിൽ പരീക്ഷിക്കാൻ ഇന്ത്യ തീരുമാനിക്കാനുള്ള ഒരു കാരണം. എന്തായാലും കോഹ്ലിയും രോഹിത്തും വിക്കറ്റൊന്നും വീഴ്ത്താതെ ഇന്ത്യയെ വലിയ വിജയത്തിലേക്ക് നയിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വിജയകുമാർ. യെസ്, സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ത്യ മറുപടി ബാറ്റിംഗ് തുടങ്ങി. രോഹിത്തും കോഹ്ലിയും ബാറ്റ് ചെയ്യുകയാണ്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.